മലബാറിലെ ഏറ്റവും വലിയ സിയാറത്ത് കേന്ദ്രങ്ങളിലൊന്നാണ് മമ്പുറം മഖാം. ആയിരക്കണക്കിന് ആളുകൾ ദിവസവും സിയാറത്തിന് വരുന്ന മമ്പുറം തങ്ങളുടെ മഖാം യമനിലെ ഹളർമൗത്തിലെ തെരീമിലായിരുന്നു മമ്പുറം തങ്ങളുടെ ജനനം. അവിടെ നിന്ന് തൻ്റെ 17-ാം വയസ്സിൽ കോഴിക്കോട്ടേക്കെത്തുകയും കോഴിക്കോട്ട് നിന്ന് തൻ്റെ അമ്മാവനായിരുന്ന ഹസൻ ജിഫ്രി തങ്ങളെ സന്ദർശിക്കുകയും അവരുടെ മകളായിരുന്ന ഫാത്തിമ ബീവിയെ വിവാഹം കഴിക്കുകയും ചെയ്തു മമ്പുറത്ത് താമസമാക്കി. അന്ന് മലബാറും പരിസര പ്രദേശങ്ങളുമൊക്കെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് യുദ്ധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മമ്പുറം തങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചേറൂർ യുദ്ധം. ചേറൂർ ശുഹദാക്കളുടെ മഖ്ബറ ചെമ്മാട് ആണ് സ്ഥിതി ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ മമ്പുറം തങ്ങളുടെ കാലിന് മുറിവേൽക്കുകയും ആ മുറിവ് കാരണമായിട്ടാണ് മമ്പുറം തങ്ങൾ വഫാത്തായത് എന്നും ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. 1844 മുഹറം 7-നാണ് മമ്പുറം തങ്ങൾ വഫാത്താകുന്നത്. മമ്പുറത്ത് ഹസൻ ജിഫ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് സയ്യിദ് അലവി തങ്ങളെ മറമാടിയത്. ഈ സ്ഥലം ഇന്ന് മമ്പുറം മഖാം എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഇത്. ജാതി മത ഭേദമന്യേ ഇവിടേക്ക് ആളുകൾ ഇന്ന് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധിനിവേശ വിരുദ്ധ പോരാളികളുടെ സംഗമ സ്ഥാനമായതിനാൽ 1850കളിൽ മമ്പുറം മഖാം തകർക്കാനുള്ള നീക്കം ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഹസൻ ജിഫ്രി തങ്ങളുടെ സ്മരണാർത്ഥം മമ്പുറം തങ്ങൾ സ്ഥാപിച്ച സ്വലാത്ത് സദസ്സ് എല്ലാ വ്യാഴാഴ്ചകളിലും ഇന്നും മമ്പുറത്ത് മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്നു. മഹാനവറുകളുടെ പേരിൽ നാം എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്തുകൊണ്ട് അവരുടെ പൊരുത്തം സമ്പാദിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മമ്പുറം മഖാമിലേക്ക് എത്താനുള്ള വഴി പറയാം. കോഴിക്കോട് നിന്ന് മമ്പുറം മഖാമിലേക്ക് വരുന്നവർ കോഴിക്കോട്, തലപ്പാറ, ചെമ്മാട്, മമ്പുറം മഖാം ഇങ്ങനെയും ബസ്സിൽ കയറി വരാൻ പറ്റും. അതല്ല ഹൈവേ മാർഗമാണ് വരുന്നതെങ്കിൽ ചേളാരി, കക്കാട് വന്ന് ബസ് ഇറങ്ങി അവിടെ നിന്ന് മമ്പുറത്തേക്ക് ബസ് ലഭിക്കും. തൃശ്ശൂരിൽ ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിലും ചങ്കുവെട്ടി, എടരിക്കോട് കഴിഞ്ഞ് കക്കാട് വന്ന് ബസ് ഇറങ്ങിയാൽ അവിടെ നിന്നും മമ്പുറത്തേക്ക് ബസ് ലഭിക്കും. ട്രെയിൻ മാർഗം വരുന്നവർക്ക് തിരൂര് ഇറങ്ങിയും മമ്പുറത്തേക്ക് വരാം. പരപ്പനങ്ങാടി ഇറങ്ങിയും മമ്പുറത്തേക്ക് വരാൻ കഴിയും. അല്ലാഹു തആല മഹാനവറുകളുടെ പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.